ആ ക്രമം ഓർമ്മിക്കണമെങ്കിൽ വേണമെങ്കിൽ ഒരു കോഡും കൂടി അങ്ങ് ഉണ്ടാക്കിയേക്ക്. ആസനം, BCMA, BCNA, LM, BCA. അപ്പൊ തുടർച്ചയായിട്ടുള്ള വർഷങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ഈ മുറിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവ തമ്മിൽ എന്തുണ്ടാവും, ചില ബന്ധങ്ങൾ ഉണ്ടാവും. ഒന്നുകിൽ ഇതിന്റെ ഇരട്ടി അല്ലെങ്കിൽ ഇതിന്റെ പകുതി. ശ്രീനാരായണ ഗുരു എങ്ങനെയാ മരിച്ചതെന്ന് ചോദിച്ചാല് ടാഗോറും ഗാന്ധിജിയും കൂടി വന്ന് ശ്രീനാരായണ ഗുരുവിനെ. ഹായ്, ഞാൻ സുജേഷ് പുറക്കാട്. എല്ലാവർക്കും എൻട്രി ആപ്പിലേക്ക് സ്വാഗതം. അപ്പം പല ആളുകളെ സംബന്ധിച്ചും ഒട്ടുമിക്ക ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചും ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഈ വർഷങ്ങൾ പഠിച്ചെടുക്കാനുള്ളത്. പലരും ചോദിക്കാറുണ്ട്, സാർ ഇതെന്താണ് ഒരു എളുപ്പ വഴിയുള്ളത്, എങ്ങനെയാണ്? അപ്പൊ അങ്ങനെയുള്ള കുറെ മാർഗങ്ങളുണ്ട്. ഒരു 8ഓളം രീതികൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഈ രീതികളിലൊക്കെ ഒന്ന് നിങ്ങൾ ആസൂത്രണം ചെയ്ത് കഴിഞ്ഞാൽ വർഷങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറും, വർഷങ്ങൾ പഠിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പം ഈ ഒരു ക്ലാസ്സിന്റെ അവസാനം നിങ്ങൾക്കുള്ള ഒരു വർക്ക് കൂടെ ഉണ്ടാവും. അവിടെ നിങ്ങളെ കാത്തൊരു സമ്മാനം കൂടെ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ക്വസ്റ്റ്യൻ ലാസ്റ്റ് ഉണ്ടാവും. അതിന് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെരഞ്ഞെടുക്കുന്നതിൽ നിങ്ങളുടെ കമന്റുകളിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന ആളിൽ ഒരാൾക്ക് എൻട്രിയുടെ റാങ്ക് ഫയലും ബാക്കി 4 പേർക്ക് റാങ്ക് മേക്കർ വിദ്യാലയം എന്ന എൻ്റെ പുസ്തകവും നിങ്ങൾക്ക് സമ്മാനമായിട്ട് കിട്ടുന്നതാണ്. അപ്പം വീഡിയോയുടെ ലാസ്റ്റ് വരെ കാണുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, വർഷങ്ങൾ എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാം എന്നുള്ളത് തിരിച്ചറിയുക. അതിനുശേഷം ലാസ്റ്റ് ആ ഒരു ക്വസ്റ്റ്യൻ കൂടെ അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നാമത്തെ വഴിയിലേക്ക് പോകാം. ഇപ്പോ നിങ്ങൾക്കൊരു പാട്ട് കേൾക്കാം. ഒന്ന് കേട്ടോക്കെ. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു സോങ് ആയിരിക്കും അല്ലെ. സജീർ കോപ്പത്തിന്റെ ഒരു ഫേമസ് പാട്ടാണ്. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നഷ്ടപ്രേമവും അല്ലെ, ഇപ്പോ പ്രേമിച്ചുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചൊക്കെ ഉള്ള ഓർമ്മകളൊക്കെ നമ്മളിങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്തൊരു സോങ് ആണ്. പക്ഷെ ഇപ്പോൾ നിങ്ങൾ ആ ഒരു സോങ് കേൾക്കുമ്പോൾ നിങ്ങളെ മനസ്സിലേക്ക് കടന്നു വരേണ്ടതാണ് കേട്ടോ. ആത്മാവിലെ ആനന്ദമേ ആരാരുമറിയാതെ കാക്കുന്നു ഞാൻ. നോക്കിയേ, ആത്മാവിലെ ആനന്ദമേ ആരാരും അറിയാതെ കാക്കുന്നു ഞാൻ. ആ ക്രമം കണ്ട നിങ്ങള്? ആത്മാവിലെ, ഓക്കെ, ആത്മവിദ്യാസംഘം, ആനന്ദമേ ആനന്ദ മഹാസഭ, ആരോരും അറിയാതെ കാക്കുന്ന എന്താ സംഭവം എന്നറിയോ? അതായത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ റൗലറ്റ് ആക്ടിനെ കുറിച്ച് കേട്ടല്ലോ നിങ്ങൾ? അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ ആരും അറിയാതെ എവിടെ അടച്ചേക്കാം, നമുക്ക് ജയിലിൽ അടയ്ക്കാം അല്ലെ. ഇങ്ങനെ ആരോരും അറിയാതെ ജയിലിൽ അടയ്ക്കാനുള്ള ആ റൗലറ്റ് ആക്ട്, അത് ആ ഒരു ക്രമത്തിലാണ് ഈ 3 അപ്പോൾ ഒന്നാമത്തെ തുടങ്ങുക 1917 ഓക്കെ, 1917 ആത്മവിദ്യാസംഘം. 1918 തൊട്ടടുത്ത വർഷം 1918 ആനന്ദ മഹാസഭ. ദെൻ 1919 തൊട്ടടുത്ത വർഷമാണ് റൗലറ്റ് ആക്ടും അത് സംബന്ധിച്ചുണ്ടായ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയും അല്ലെ. റൗലറ്റ് ആക്ട്, ആ ഒരു ആക്ടിനെതിരെയുള്ള പ്രതിഷേധത്തിന് വേണ്ടി ഒത്തുകൂടിയ ആളുകളെ അല്ലെ കൂട്ടക്കൊലയ്ക്ക് വിധേയമാക്കിയ സംഭവമാണ് എന്താ, ജാലിയൻ വാലാബാഗ് എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ എത്രയിലാണ്? 1919. അപ്പൊ 17, 18, 19. ആത്മവിദ്യാസംഘം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വാഗ്ബടാനന്ദനതാണ്. ദെൻ ആനന്ദ മഹാസഭ 1918 ബ്രഹ്മാനന്ദ ശിവയോഗി സ്ഥാപിച്ചതാണ്. ദെൻ റൗലറ്റ് ആക്ടും ജാലിയൻ വാലാബാഗും 1919. അപ്പോൾ ഇവിടെ ഇത് ഞാനൊരു നിങ്ങൾക്ക് തുടക്കം ഇടാൻ വേണ്ടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. തുടർച്ചയായിട്ടുള്ള വർഷങ്ങൾ ഇങ്ങനെ ക്രമത്തിൽ കുറെ കാര്യങ്ങൾ വരുമ്പോൾ ആ വർഷങ്ങൾ ഓർമ്മിക്കാനുള്ള രീതി എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ ആദ്യ വാക്കുകൾ ചേർത്തിട്ടോ അല്ലെങ്കിൽ ആദ്യത്തെ വാക്കിന്റെ ആദ്യത്തെ ലെറ്റർ ഉപയോഗിച്ചിട്ടോ അങ്ങനെ കുറെ എണ്ണം ഒരുമിച്ച് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പൊ നോക്കിയാൽ നിങ്ങളിതാ 1885 INC ആരംഭിക്കുന്നത് എല്ലാവർക്കും അറിയാം. അപ്പൊ ഫസ്റ്റ് സെഷൻ എപ്പോഴാണ്? 1885. ആ 1885 മുതൽ 1897 വരെയുള്ള സമ്മേളനങ്ങൾ ക്രമത്തിൽ അങ്ങോട്ട് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പ വഴിയാണ്. ഇവിടെ ഞാൻ എന്താ ചെയ്തിരിക്കുന്നത്? ആദ്യ ലെറ്ററുകൾ ഉപയോഗിച്ചിട്ടുണ്ടാക്കിയതാണ്. ഞാൻ പഠിക്കുന്ന സമയത്ത് ഉണ്ടാക്കിയ സാധനമാണ് ഞാനിത്. എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ സാധനമാണ്. അപ്പൊ ആ രീതിയിൽ ഒന്ന് പറഞ്ഞു നോക്കിയാൽ നിങ്ങൾ BCMA, BCNA, LM, BCA, BCMA, BCNA, LM, BCA. ഒന്നുകൂടെ പറഞ്ഞേ, BCMA, BCNA, LM, BCA. അപ്പൊ തുടർച്ചയായിട്ടുള്ള വർഷങ്ങൾ ഇങ്ങനെ വരുമ്പോൾ 5, 6, 10 എത്ര വന്നു കഴിഞ്ഞാലും അതിനനുസരിച്ച് നമുക്ക് ആദ്യ വാക്കുകൾ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കണക്റ്റീവ് വേർഡ്സ് ഉപയോഗിച്ചിട്ടോ ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് അങ്ങനെ ക്രമത്തിൽ ഓർമ്മിക്കാൻ പറ്റും. തുടക്കവും അവസാനവും കൂടെ കിട്ടിയാൽ മതി. ഇപ്പം തുടക്കം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ക്രമത്തിൽ ഇങ്ങനെ പോകാമല്ലോ. അപ്പൊ നോക്കിയേ, ഇവിടെ 1885 B, 86, 87, 88, 89 ഇങ്ങനെ ഓരോന്നും പോയേച്ചാൽ മതി. പിന്നെ അപ്പം BCMA, BCNA, LM, BCA, INC സെഷൻസ് നടന്ന സ്ഥലങ്ങളാണ്. 1885 B ബോംബെ, 86 C കൽക്കട്ട, 87 M മദ്രാസ്, 88 A അലഹബാദ്. കണ്ടോ? ബോംബെ, കൽക്കട്ട, മദ്രാസ്, അലഹബാദ്. ബോംബെ, കൽക്കട്ട, മദ്രാസ്, അലഹബാദ്. BCMA. പിന്നെ എന്താ മാറ്റമുള്ളൂ? BCNA. M മാറി N ആയി, ബാക്കിയൊക്കെ സെയിം ആണ്. വീണ്ടും 89 എവിടെ വരുന്നു? ബോംബെ വരുന്നു. പിന്നെയോ കൽക്കട്ട വരുന്നു. യെസ്, മദ്രാസ് മാറി നാഗ്പൂര് വരുന്നു. ഇത്രയേ ഉള്ളൂ വ്യത്യാസം, ബാക്കിയെല്ലാം സെയിം ആണ്. BCNA. ഓക്കെ, 92 വരെ കിട്ടി. അലഹബാദ്. ഓക്കെ, ദെൻ ബാക്കിയുള്ളത് 93 മുതൽ അങ്ങോട്ടേക്കുള്ളത് LMBCA. L ലാഹോർ ആണ്. ലക്നൗ ആയി പോറതെ
ലാഹോർ. അതങ്ങനെ തന്നെ ഓർമ്മിക്കണം. ഓക്കെ, ഏതാണ്? ലാഹോർ. 93 ലാഹോർ. എം ഏത് തന്നെ? മദ്രാസ് തന്നെ, പഴയ മദ്രാസ്, ഇപ്പോഴത്തെ ചെന്നൈ. ഓക്കെ, അപ്പം എല്ലാം PCA. പി ഏതാണ്? പൂനെയാണ്. സി ഓൾറെഡി നമ്മൾ പറഞ്ഞാണ് കൽക്കട്ടയാണ്. എ നമ്മൾ നേരത്തെ ഒക്കെ എ പഠിച്ച എന്തായിരുന്നു? അലഹബാദ് ആണെങ്കിൽ 1897 സമ്മേളനം അമരാവതിയാണെന്ന് എല്ലാവർക്കും അറിയാം. ചേറ്റൂർ ശങ്കരൻ നായർ, അല്ലെ? 1897. ഓക്കെ, അമരാവതി. അപ്പൊ LMBC എന്താണ്? യെസ്, ലാഹോർ, മദ്രാസ്, പൂനെ, കൽക്കട്ട, അമരാവതി. അപ്പൊ BCMA, BCNA, LMBCA 85 to 97. ഇതേപോലെ ബാക്കിയുള്ള സമ്മേളനങ്ങൾ ഞാൻ ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറെയൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഒക്കെ പിന്നീടുള്ള ക്ലാസ്സിൽ പറയും. ഇപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള രീതികൾ മനസ്സിലാക്കുക. അപ്പൊ ഒന്നാമത്തെ രീതി ഇതാണ്, ക്രമമായിട്ടുള്ള വർഷങ്ങൾ പഠിക്കാൻ ഈ രീതിയിൽ കണക്ട് ചെയ്യാന്നുള്ളതാണ് ഒന്നാമത്തെ വഴി. ഇനി നമുക്ക് രണ്ടാമത്തെ രീതിയിലേക്ക് കടക്കാം. രണ്ടാമത്തെ രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ തന്നിരിക്കുന്ന വർഷം, നിങ്ങൾക്ക് പഠിക്കാനുള്ള അധിക വർഷവും 1800 അല്ലെങ്കിൽ 1900 അല്ലെങ്കിൽ 2020 എന്ന് തുടങ്ങുന്ന ഈ രീതിയിലായിരിക്കും നിങ്ങൾക്ക് പഠിക്കാനുള്ള അധികം ഉണ്ടാവുക. അതിന് മുമ്പുള്ളതൊന്നും നമുക്കിപ്പോൾ ആവശ്യമില്ലല്ലോ അങ്ങനെ. അപ്പൊ ഇതിന് എന്ത് ചെയ്യുക? ഇപ്പോ 1950 ആണെങ്കിൽ 1950, അല്ലെ? ആ രീതിയിൽ രണ്ടായിട്ട് മുറിക്കുന്ന രീതിയാണ്. അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടെ നമ്മളെ മനസ്സിലേക്ക് ഇത് ഓർമ്മ വരും. കാരണം എന്താ? ഈ മുറിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവ തമ്മിൽ എന്തുണ്ടാവും? ചില ബന്ധങ്ങൾ ഉണ്ടാവും. ഒന്നുകിൽ ഇതിന്റെ ഇരട്ടി, അല്ലെങ്കിൽ ഇതിന്റെ പകുതി, അല്ലെങ്കിൽ ഇതിന്റെ തൊട്ട മുമ്പിലുള്ളത്, തൊട്ട ശേഷമുള്ളത്, അല്ലെ? അല്ലെങ്കിൽ 3 മടങ്ങ്, 4 മടങ്ങ്, അങ്ങനെയുള്ള പല ബന്ധങ്ങളുണ്ടാവും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടെ ഒരു കണക്ഷൻ നമുക്ക് കിട്ടും. അതാണ് ഈ രണ്ടായിട്ട് മുറിക്കല്, ബന്ധിപ്പിക്കൽ എന്ന് പറയുന്ന രീതി. അപ്പൊ ആ രീതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലതും നമുക്ക് ഓർത്തു വെക്കാൻ പറ്റും. എനിക്കിത് ഫലവത്തായിട്ടുള്ള ഒരു രീതിയാണ്. ഇപ്പൊ നോക്കിയാൽ നിങ്ങൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നോക്കുക. 1836 സമത്വ സമാജം. സമത്വ സമാജം 1836, സമത്വ സമാജം വൈകുണ്ഠ സ്വാമി 1836, 1836, 1836 ഇങ്ങനെ 5 പ്രാവശ്യം ചെല്ലുന്നതിനേക്കാളും നല്ലതാണ് അത് 1836. 18 ഇരട്ടി 36, 18ന്റെ ഇരട്ടി 36. അപ്പം 18 36 ബന്ധമില്ലേ? 18ന്റെ ഇരട്ടി 36. അപ്പൊ സമത്വ സമാജം കേൾക്കുമ്പോൾ തന്നെ 1836, 18ന്റെ ഇരട്ടി 36. അപ്പൊ ആ സാധനം വന്നോളും. അപ്പൊ മറ്റതിനേക്കാളും കുറച്ചുകൂടി എളുപ്പമായിട്ട് മാറും ആ ഒരു ഓർമ്മിക്കല്. അപ്പൊ ആ രീതിയിൽ മുറിക്കുന്ന ഒരു ശീലം കൊണ്ടുവരിക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഇവിടെ 1-2 ഉദാഹരണങ്ങളൂടെ ഞാൻ കൊടുത്തിട്ട് നോക്കിയേ. 1854, 1854 സ്ഥിരം ചോദ്യമല്ലേ? വുഡ്സ് ഡെസ്പാച്ച്, അല്ലെ? ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്, ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്നൊക്കെ അറിയപ്പെടുന്ന വുഡ്സ് ഡെസ്പാച്ച് 1854 1854. 18ഉം 18 36, 18 54. 18ന്റെ 3ന്റെ ഗുണിതമാണ്, അല്ലെ? 3 × 18 ആണ് 54. അപ്പൊ ആ ഒരു ബന്ധം കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പൊ മുറിച്ചു നോക്കിയാൽ പല ബന്ധങ്ങളും ഇതേപോലെ കാണാൻ പറ്റും. അപ്പൊ ആധുനിക തപാൽ സംവിധാനത്തിന്റെ തുടക്കം, അല്ലെ? ആധുനിക തപാൽ സംവിധാനത്തിന്റെ തുടക്കം ഡൽഹൌസി പ്രഭുവിന്റെ കാലത്ത് 1854 ആധുനിക തപാൽ സംവിധാനത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്. അപ്പം എന്താണ്? 18ന്റെ 3 ഇരട്ടിയാണ്, 3 മടങ്ങാണ് 54. അപ്പൊ അതങ്ങനെ മുറിക്കാം. ദെൻ അടുത്ത് നോക്കിയേ. 1872 4 മടങ്ങാണ്. 18 ഇരട്ടി 36, 36ന്റെ ഇരട്ടി 72. അപ്പൊ എത്ര മടങ്ങ്? 4 മടങ്ങ്. അപ്പൊ 1872. ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഇപ്പൊ സ്ഥിരം ചോദിക്കുന്നല്ലേ? ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഏത് വർഷമാണ് നിലവിൽ വന്നത്? 1872. 18 4 മടങ്ങ് 72. ഇന്ത്യൻ എവിഡൻസ് ആക്ട് 72. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള വർഷങ്ങൾ ഓരോന്നും കാര്യങ്ങൾ പഠിക്കുമ്പോൾ അതിന്റെ വർഷങ്ങൾ ഒന്ന് വെറുതെ മുറിക്കുക. അപ്പൊ അതിൽ കൗതുകരമായിട്ടുള്ള എന്തെങ്കിലും കാര്യം കാണും. അപ്പൊ കുറച്ചുകൂടെ നമുക്കത് ഓർമ്മിക്കാൻ രസമായിട്ട് മാറും. കൂടുതൽ കാലം നമുക്ക് ഓർമ്മയിൽ നിലനിർത്താൻ പറ്റും. ഇതാണ് രണ്ടാമതൊരു രീതി എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തത് വർഷങ്ങൾ തമ്മിലുള്ള ഇടവേളകൾ അനുസരിച്ചുള്ള ബന്ധിപ്പിക്കലാണ്. അതായത് നിങ്ങൾ കാര്യങ്ങൾ ഇങ്ങനെ കുറെ പഠിക്കുന്നു. നമ്മൾ പഠിക്കുന്നതിനുള്ള വർഷങ്ങളൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ ഓരോ വിഷയവും ഓരോ മേഖലയും പഠിക്കുന്ന സമയത്ത് വർഷങ്ങളൊക്കെ ഇങ്ങനെ എഴുതിയിട്ട് പോകുന്നു. പിന്നെ ഇത് എടുത്തു നോക്കുമ്പോൾ ഈ പല വർഷങ്ങളും പല കാര്യങ്ങളും തമ്മിൽ ഒരു കൃത്യമായ ഇടവേളകൾ കണ്ടുപിടിക്കാൻ പറ്റും. ആ ഇടവേളകൾ അനുസരിച്ചുള്ള ഒരുമിച്ചാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മിക്കൽ എളുപ്പമാണ്. ഒരു ഉദാഹരണം നോക്കിയാൽ നിങ്ങൾ ഇവിടെ ഇപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിൽ INC-യുടെ പ്രസിഡന്റ് ആയിട്ടുള്ള വനിതകൾ, അല്ലെ? ബ്രിട്ടീഷ് ഇന്ത്യയിൽ INC പ്രസിഡന്റുമാരായിട്ടുള്ള വനിതകൾ 3 പേരാണ്. അപ്പൊ ഇവിടെ ഒരു കൗതുകമുണ്ട്. കണ്ടോ നിങ്ങൾ? 1917 ആനി ബസന്റ് ആവുന്നത്. കൽക്കട്ട സെഷനിൽ ആനി ബസന്റ് ആദ്യത്തെ വനിത എന്ന് പറയുന്ന ആരാണ്? ആനി ബസന്റ് ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ INC പ്രസിഡന്റ് ആയ ആദ്യ വനിതയാണ് ആര്? ആനി ബസന്റ്. രണ്ടാമത്തെ ആളാണ് ആര്? സരോജിനി നായിഡു. മൂന്നാമത്തെ ആളാണ് ആര്? നെല്ലിസൺ ഗുപ്ത. ഇവർ മൂന്നും തമ്മിൽ ഒരു ബന്ധം കണ്ടോ? ഇങ്ങനെയുള്ള ബന്ധങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇതിന് തമ്മിൽ ഒരു ഇടവേളയുണ്ട്. 1917 കൂടെ 8 കൂട്ടി എത്രയായി? 25ആയി. 25ന്റെ കൂടെ 8 കൂട്ടി എത്രയായി? 33ആയി. അപ്പൊ ഇവര് 3 പേരും തമ്മിലുള്ള ഇടവേള എന്ന് പറയുന്നത് എത്ര വർഷമാണ്? 8 വർഷമാണ്. അപ്പൊ ഏതെങ്കിലും ഒരാളത് ഓർമ്മിച്ചാൽ മതി.
ബാക്കി കിട്ടും. ഇപ്പം സരോജിനി നായിഡു ആണ് നിങ്ങളെ മനസ്സിലുള്ളത് വിചാരിക്കും 25-ൽ രണ്ടാമത്തെ ആളാ. അപ്പൊ അതിന് മുമ്പുള്ളത് 7 വർഷം മുമ്പ് 1917, ശേഷമുള്ളത് 8 വർഷം മുമ്പ് 8 വർഷം ശേഷം. അപ്പൊ 25-ന്റെ മുമ്പ് 17, ദെൻ ഇപ്പോ 25-ന് ശേഷം 8, 33. അല്ലെങ്കിൽ ആദ്യം ആനി ബസന്റ് ആണ് ഓർമ്മയുള്ളതെങ്കിൽ 1917 ആനി ബസന്റ്, 8 25, 8 33 കിട്ടൂലേ? യെസ്. ഇതെന്താണ്? ആനി ബസന്റ്, സരോജിനി നായിഡു, നെല്ലിസൺ ഗുപ്ത. ആ ക്രമം ഓർമ്മിക്കണമെങ്കിൽ വേണമെങ്കിൽ ഒരു കോഡും കൂടി അങ്ങ് ഉണ്ടാക്കിയേക്ക്. ആസനം, ഉളുപ്പില്ലാത്തവന്റെ അല്ലെ ആസനത്തിൽ വേര് മുളച്ചു എന്നൊക്കെ പറയല്ലേ. ഓക്കെ, അതെന്തോ മോശം പറയുന്ന പോലെ ചിന്തിക്കേണ്ട. ആസനം എന്ന് പറയുന്ന വാക്ക് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യില്ലേ? ശീർഷാസനം, യോഗാസനം, അല്ലെ പലതരത്തിലുള്ള ആസനങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പം ആനി ബസന്റ്, സരോജിനി നായിഡു, നെല്ലിസൺ ഗുപ്ത ബ്രിട്ടീഷ് ഇന്ത്യയിൽ INC പ്രസിഡന്റ് ആയ വനിതകളാണ്. 8 വർഷത്തെ ഇടവേളയാണ്. അപ്പൊ ഇങ്ങനെ ഇടവേളകൾ കണ്ടെത്തുക. പല കാര്യങ്ങളും ഇപ്പൊ ഒരു വിഷയത്തിൽ തന്നെ കാണുന്നില്ല, നിങ്ങൾ ഓരോ വിഷയവും പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ എഴുതി പോവുക. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം ഇത് എന്നെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ്, കേരൂല. അപ്പൊ എന്ത് ചെയ്യുക? വായിക്കുന്നവരുള്ള വർഷങ്ങൾ മുഴുവൻ ഇങ്ങനെ എഴുതിയിട്ടേക്കുക, സൈഡിലായിട്ട് എഴുതിയിട്ടേക്കുക. പിന്നെ എപ്പോഴെങ്കിലും ഇതൊന്ന് എടുത്തു നോക്കുമ്പോൾ ഇങ്ങനെ കാണാൻ നിങ്ങൾക്ക് പ്രത്യേക ഇടവേളകളിൽ പല കാര്യങ്ങളും കൗതുകരമായിട്ട് കിടക്കുന്ന കാണാം. അപ്പൊ അതെന്ത് ചെയ്യുക? കണക്ട് ചെയ്യുക. ഇവിടെ കണ്ടോ നിങ്ങൾ? ഇത് എന്താണ്? നിങ്ങൾ നവോത്ഥാനം പഠിക്കുമ്പോൾ കാണുന്ന ഒരു ബന്ധമാണ്. SNDP സ്ഥാപിതമായ വർഷം 1903 എല്ലാവർക്കും അറിയാം. 1903-ലാണ് SNDP സ്ഥാപിതമായ. ശ്രീനാരായണ ഗുരുവായിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ വർഷങ്ങൾ പഠിക്കാനുണ്ട്. അത് തമ്മിലുള്ള ഒരു ഇടവേള കണ്ടോ നിങ്ങൾ? ഇവിടെ 5 വർഷം കൂടിയാൽ എന്തായി? 1908-ല് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം, അല്ലെ? ശ്രീനാരായണ ഗുരു തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം സ്ഥാപിച്ചു. ദെൻ വീണ്ടും ഒരു 5 വർഷം കഴിയുമ്പോൾ 13-ല് എന്താണ്? ആലുവ അദ്വൈതാശ്രമം രൂപീകരിച്ചു. അപ്പൊ ഇതൊക്കെ ശ്രീനാരായണ ഗുരുവായിട്ട് ബന്ധപ്പെട്ടുള്ളതല്ലേ? SNDP 1903 അറിഞ്ഞാൽ മതി. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ഫാക്ട് ആണ്. 1903 എല്ലാവർക്കും അറിയുന്നതാണ്. 5 കൂട്ടുന്നു 1908-ല് തലശ്ശേരി ജഗന്നാഥ ടെമ്പിള്. ദെൻ 1913 5 കൂട്ടുന്നു 13, അല്ലെ? ആലുവ അദ്വൈതാശ്രമം ശ്രീനാരായണ ഗുരുവായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. 5 വർഷത്തെ ഇടവേളകളാണ്. അപ്പൊ ഈ രീതിയിൽ ഈ ഇടവേളകൾ, അല്ലെ, പ്രത്യേക ഇടവേളകളിലുള്ളത് 2-ന്റെയോ 3-ന്റെയോ 5-ന്റെയോ 8-ന്റെയോ 10-ന്റെയോ അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ആ ഒരു പ്രത്യേക രീതിയിൽ ക്രമീകരിക്കുക എന്നുള്ളതാണ് മറ്റൊരു വഴി. ഒരു ഉദാഹരണം കൂടെ അത് നോക്കിയേ നിങ്ങൾ. ശ്രീനാരായണ ഗുരു എങ്ങനെയാ മരിച്ചതെന്ന് ചോദിച്ചാല് ടാഗോറും ഗാന്ധിജിയും കൂടി വന്ന് ശ്രീനാരായണ ഗുരുവിനെ അങ്ങ് കൊന്നു എന്നങ്ങ് വിചാരിച്ചാൽ മതി. തമാശക്ക് പറഞ്ഞാണേ, അത് വിഷയാക്കാൻ പോകണ്ട. ഓക്കെ, ടാഗോർ വന്നു, ഗാന്ധിജി വന്നു, അങ്ങനെ ശ്രീനാരായണ ഗുരു അന്തരിച്ചു. ആ ഗ്യാപ്പ് കണ്ടോ? ആ ഇടവേള കണ്ടോ നിങ്ങൾ? 1922 + 3 25 + 3 28. ആ ഒരു ബന്ധം കണ്ടോ? അപ്പൊ ഇങ്ങനെ നമുക്ക് രസിച്ച് പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ പല ബന്ധങ്ങളും കാണാം. അപ്പൊ 22-ല് ടാഗോർ എന്ത് ചെയ്തു? ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചു. കൃത്യം 3 വർഷം കഴിഞ്ഞപ്പോൾ ഗാന്ധിജി എന്ത് ചെയ്തു? ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചു. പിന്നെ ഒരു 3 വർഷം കഴിയുന്നതോടുകൂടി ശ്രീനാരായണ ഗുരു അന്തരിക്കുകയും ചെയ്തു. അപ്പൊ 3 വർഷത്തെ ഇടവേള കണ്ടോ? ടാഗോർ വരുന്നു, ഗാന്ധിജി വരുന്നു, ശ്രീനാരായണ ഗുരു. ഓക്കെ, അപ്പൊ 3 വർഷത്തെ ഗ്യാപ്പിൽ ആ ഒരു സാധനം ഓർമ്മിക്കുക. അപ്പൊ ഇങ്ങനെ ഇടവേളകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓരോന്നും തമ്മിൽ കൃത്യമായ ഇടവേളകളുള്ള കാര്യങ്ങൾ ചേർത്ത് വായിക്കുക, അതൊന്ന് കൗതുകരമായ രീതിയിൽ ഓർമ്മിക്കുക എന്നുള്ളതാണ് ഒരു രീതി. ഇനി മറ്റൊരു രീതിയിലേക്ക് പോകാം നമുക്ക്. 4ാമത്തെ രീതി എന്ന് പറയുന്നത് വർഷങ്ങൾ തമ്മിലുള്ള മറ്റ് ബന്ധങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കുക. അതായത് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ മുറിക്കുന്നു, അത് ഏത് വർഷം കാണുമ്പോൾ ആദ്യം മുറിച്ച് ശീലിക്കുക. അതിനുശേഷം അത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, മറ്റെന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ രീതിയിൽ പരിശോധിക്കുക എന്നുള്ളതാണ്. നോക്കിയാൽ നിങ്ങൾ ഇവിടെ നോക്കുക. ഇവിടെ ഇപ്പോ SNDP സ്ഥാപിതമായ വർഷം 1903. NSS സ്ഥാപിതമായ വർഷം 1914. അപ്പൊ ഇത് പഠിച്ച് ഇപ്പൊ നിങ്ങൾക്ക് ഇത് അറിയുന്ന വർഷമായിരിക്കും. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് എന്തായിരുന്നു? തുടക്കത്തിൽ പഠിക്കുന്ന സമയത്ത് ഇത് അറിയില്ലെങ്കിൽ NSS SNDP ഇങ്ങനെ കുറെ സംഘടനകളുടെ വർഷങ്ങളൊക്കെ എഴുതി വെക്കും. അപ്പൊ തമ്മിൽ ബന്ധമൊക്കെ ഉണ്ടോ നോക്കുക. SNDP 1903 03. NSS കണ്ട നിങ്ങൾ 14 0 1 3 4 19 തന്നെ. ഓക്കെ, 20-ാം നൂറ്റാണ്ട് തന്നെ രണ്ടും. അപ്പൊ 1900 ആണ്. അപ്പം 1903 ആണിത്. 11 വർഷത്തെ ഇടവേളയാ. 11 വർഷത്തെ ഇടവേള വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഖ്യ 0 എന്നുള്ളത് അടുത്ത സംഖ്യയായി 1, ഈ 3 എന്നുള്ള അടുത്ത സംഖ്യയായി 4. അപ്പം ആ തമ്മിലുള്ള ഒരു ബന്ധം കിട്ടി. ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ബന്ധങ്ങൾ കണ്ടെത്താനുള്ള ഇടവേളകളല്ലാതെ ആ ഒരു രീതിയിൽ എന്തെങ്കിലുമൊക്കെ ബന്ധങ്ങൾ. ഇപ്പം കണ്ടോ, വേറൊരു ബന്ധം കണ്ടോ നിങ്ങൾ? 1937-ലാണ് തിരുവിതാംകൂർ സർവകലാശാല നിലവിൽ വന്നത്. ആ 37 തിരിച്ചിട്ടാൽ എത്രയായി? 73. പ്രോജക്ട് ടൈഗർ നിലവിൽ വന്നു. അപ്പൊ തിരുവിതാംകൂർ സർവകലാശാലയും പ്രോജക്ട് ടൈഗർ കൂടെ അങ്ങ് ഒരുമിച്ച് പഠിക്കുക. ഇപ്പൊ തമ്മിലൊരു ബന്ധമുണ്ട്. എന്താ ബന്ധം? 37 തിരുവിതാംകൂർ സർവകലാശാല വന്നു, ആ 37-നെ തിരിച്ചു വെച്ചാൽ 73 പ്രോജക്ട് ടൈഗർ നിലവിൽ വന്ന വർഷം 73. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇതിന് പ്രത്യേക സമയം എടുത്ത് ചെയ്യല്ല. ഇതിങ്ങനെ വായിക്കുന്ന സമയത്ത് എല്ലാ വർഷങ്ങളും ഇങ്ങനെ എഴുതിയിട്ട് പോകുന്നു. അത് ഒന്നുകൂടി വായിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? അവിടെ എന്തെങ്കിലും ഈ രീതിയിൽ രസമുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്, വർഷങ്ങൾ ബുദ്ധിമുട്ടുള്ള ആളുകൾ. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു മാർഗം നോക്കാം. 5ാമത്തെ ഒരു മാർഗം.
നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് അറിയുന്ന കാര്യങ്ങളായിട്ട് ബന്ധപ്പെടുത്തി വെക്കുക. നിങ്ങൾ ഒരിക്കലും മറന്നു പോകാത്ത ചില വർഷങ്ങളുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം ചോദിച്ചാൽ 1947 ഓഗസ്റ്റ് 15 എന്ന് പറയാത്ത ഒരു മനുഷ്യനും ഉണ്ടാവില്ല. ഉണ്ടാവുമോ? ഇല്ല. ഇപ്പൊ ഗാന്ധിജിയുടെ ജന്മദിനം ചോദിച്ചാൽ 1869 ഒക്ടോബർ 2 എന്ന് പറയാത്ത ഒരാളും ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെ നിങ്ങളെ സംബന്ധിച്ച് എപ്പോഴോ പഠിച്ച് എത്രയോ തവണ കേട്ട് തഴമ്പിച്ച് അല്ലെ, അതായത് റിവിഷനുകളാണല്ലോ നടക്കുന്നത്. അങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ ഉറച്ചുപോയ വർഷങ്ങളാണ്. അങ്ങനെ ഉറച്ചുപോയ വർഷങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കുക. അങ്ങനെ ഉറച്ചുപോയ വർഷങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി അവിടെ നിന്ന് അങ്ങോട്ടേക്കോ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കോ പ്രത്യേക വർഷം, ഇതിനുശേഷം 25 കൊല്ലം, അല്ലെങ്കിൽ ഇതിനുശേഷം 50-ാം വാർഷികം, ഇതിനുശേഷമുള്ള 100-ാം വാർഷികത്തിൽ, അല്ലെങ്കിൽ ഇതിന് മുമ്പുള്ള 100 കൊല്ലം മുമ്പ്. അപ്പൊ ആ രീതിയിലൊക്കെ കണക്ട് ചെയ്യുക. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നോക്കിയാൽ നിങ്ങൾ 1947 അല്ലേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ദെൻ അതിന് കൃത്യം 100 വർഷങ്ങൾക്ക് മുമ്പാണ്, അതായത് 1847 രാജ്യസമാചാരം, പശ്ചിമോദയം എന്നിങ്ങനെയുള്ള പത്രങ്ങള് അല്ലെ, കേരളത്തിലെ ആദ്യ പത്രങ്ങളായിട്ടുള്ള രാജ്യസമാചാരം അല്ലെ, അതേപോലെ തന്നെ പശ്ചിമോദയം, ഇതൊക്കെ ഏത് വർഷമാണ്? 1847. 1847. അപ്പൊ കൃത്യമായിട്ടുള്ള 100 വർഷങ്ങൾക്ക് മുമ്പ് എന്നുള്ള സംഗതിയാണ് അവിടെ വരുന്നത്. അപ്പൊ നമുക്ക് ഏറ്റവും പരിചയമുള്ള ഒരു വർഷമായിട്ട് കണക്ട് ചെയ്തു. ഇതേപോലെ മുന്നോട്ടോ പിന്നോട്ടോ 100 തന്നെ വേണമെന്നില്ല, 50-ന്റോ 100-ന്റോ 200-ന്റോ ഒക്കെ ബന്ധങ്ങൾ ഉണ്ടാവും. ആ രീതിയിൽ കണക്ട് ചെയ്യുന്നതാണ് മറ്റൊരു രീതി. ഇവിടെ കണ്ടില്ലേ, 1869 ഗാന്ധിജി ജനിച്ചു, എല്ലാവർക്കും അറിയുന്നതാണ്. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി അല്ലെ. യെസ്. അതിനുശേഷം 100 വർഷങ്ങൾ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണിത്. ഇതൊക്കെ PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാ. ഇതിൽ യഥാർത്ഥത്തിൽ ഗാന്ധിജിയുമായിട്ട് ബന്ധം ഉണ്ടാവണം നിർബന്ധമില്ല. നമ്മൾ ബന്ധം അങ്ങ് ആരോപിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഓർമ്മിക്കാൻ വേണ്ടി നമ്മൾ ഗാന്ധിജിയായിട്ട് ഇവരൊക്കെ കണക്ട് ചെയ്യുന്നു. ഇതിൽ യഥാർത്ഥത്തിൽ ഗാന്ധിജിയായിട്ട് ബന്ധമുള്ള ഒറ്റ കാര്യമുള്ളൂ, നാഷണൽ സർവീസ് സ്കീം. അത് ഗാന്ധിജിയുടെ 100-ാം ജന്മദിനത്തിൽ തന്നെ ആരംഭിച്ച സ്കീമാണ്. ഗാന്ധിജിയുടെ 100-ാം വാർഷിക ദിനത്തിൽ ആരംഭിച്ച സ്കീമാണെന്ത്? നാഷണൽ സർവീസ് സ്കീം. ഗാന്ധിജിയുമായിട്ട് ബന്ധമുള്ള സംഭവങ്ങളാണല്ലോ. അപ്പൊ അത് ആ രീതിയിൽ തന്നെ ആരംഭിച്ചതാണ്. ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും ഗാന്ധിജിയായിട്ടൊരു ബന്ധമില്ല, നമ്മൾ ആരോപിക്കുന്നു. നോക്കിയേ, ISRO സ്ഥാപിതമായി. ഗാന്ധിജി ജനിച്ച് 100 വർഷത്തിന് ശേഷമാണ് ISRO സ്ഥാപിതമായത്. അപ്പൊ ഗാന്ധിജി 100 വർഷം. അതിനുശേഷം എന്തൊക്കെ പോയിന്റുകൾ നമ്മൾ ഓർമ്മിക്കുന്നു? ISRO 1969. മനുഷ്യൻ ആദ്യമായിട്ട് ചന്ദ്രനിൽ കാലുകുത്തിയത് 1969. ദെൻ ആദ്യഘട്ട ബാങ്ക് ദേശസാൽക്കരണം അല്ലെ, ബാങ്ക് നാഷണലൈസേഷൻ ഫസ്റ്റ് സ്റ്റേജ് എത്രയിലാണ്? 1969. അതേപോലെ തന്നെ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ആയിട്ടുള്ള CISF സ്ഥാപിതമായത് 1969. അപ്പൊ ഇതൊക്കെ എന്താണ്? ഗാന്ധിജിക്ക് ശേഷം 100 വർഷത്തിന് ശേഷമാണ്. ഗാന്ധിജിയുടെ ജനനത്തിന് ശേഷം 100-ാം വാർഷികത്തിലാണെന്നുള്ള കാര്യം ഓർമ്മിച്ചു വെക്കുക. ഓക്കെ. യെസ്. ആ രീതിയിൽ നമുക്ക് ഏറ്റവും പരിചയമുള്ള, നമ്മൾ ഏറ്റവും കേട്ട് ശീലിച്ച് തയമ്പിച്ചിട്ടുള്ള വർഷങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് അതിനുശേഷം ഇത്ര കൊല്ലം, അല്ലെങ്കിൽ അതിനു മുമ്പ് ഇത്ര കൊല്ലം എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ കൂടുതലും കണക്ട് ചെയ്യിക്കുക എന്നുള്ളതാണ്. ഇനി ആറാമതൊരു പുതിയ രീതി, മറ്റൊരു രീതി, ആറാമത്തെ രീതി എന്താണ്? ജനിച്ച വർഷം, മരിച്ച വർഷം, ഇങ്ങനെയുള്ള കുറെ വർഷങ്ങൾ പഠിക്കുമ്പോൾ, ഇപ്പൊ നവോത്ഥാനത്തിലാണ് അത് ഏറ്റവും പ്രശ്നം വരിക. കുറെ നവോത്ഥാന നായകന്മാരുടെ ജനിച്ച വർഷം, മരിച്ച വർഷമൊക്കെ പഠിക്കാനുണ്ട് നിങ്ങൾക്ക്. അപ്പൊ അങ്ങനെ പഠിക്കുമ്പോൾ പരമാവധി എണ്ണം എന്ത് ചെയ്യാം? ഒരുമിച്ചാക്കുക. ഒരേ വർഷത്തിൽ ജനിച്ചവര്, ഒരേ വർഷത്തിൽ മരിച്ചവര്, അങ്ങനെയൊക്കെ ഉള്ളത് എന്ത് ചെയ്യാം? ഒരുമിച്ചാക്കുക. ഒരു ഉദാഹരണമായിട്ട് ഇപ്പൊ നോക്കിയതാ, 1873 കുമാരനാശാനും വക്കം മൗലവിയും ജനിച്ച എത്രയിലാണ്? 1873 കുമാരനാശാൻ, അതേപോലെ വക്കം മൗലവി. അപ്പൊ KV 1873 KV. 73 KV ലൈൻ എന്നൊക്കെ വേണമെങ്കിൽ ഓർമ്മിച്ച് വെച്ചാൽ മതി. അതേപോലെ ഒരു 85 KV ലൈൻ ഇത് ഇവിടെ, 85 KV ലൈൻ ഇതാ. ആരാണ്? പണ്ഡിറ്റ് കറുപ്പൻ K, വാഗ്ബടാനന്ദൻ V. അപ്പൊ KV. മറ്റൊരു KV ഇത് 85. അപ്പൊ 1873 കുമാരനാശാനും വക്കം മൗലവിയും. കുമാരനാശാനും വക്കം മൗലവി രണ്ടാളും പല സ്ഥലങ്ങളിലാണ് നിങ്ങൾ പഠിക്കുക. കുമാരനാശാൻ പഠിക്കും, അതേപോലെ തന്നെ വക്കം മൗലവിയും പഠിക്കും. ഇത് ഒരുമിച്ചല്ല പഠിക്കുന്നുണ്ടാകുക. പക്ഷെ നിങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും വർഷം, ജനിച്ച വർഷം, മരിച്ച വർഷം. അപ്പൊ അതിൽ ജനിച്ച, ഒരേ വർഷത്തിൽ ജനിച്ച ആളുകൾ ഒരുമിച്ച് ഓർമ്മിക്കുക. 1873 കുമാരനാശാനും വക്കം മൗലവിയും. KV 73 KV. അതേപോലെ 85 KV ഉണ്ട് അല്ലെ. ആരൊക്കെയാണ്? പണ്ഡിറ്റ് കറുപ്പനും വാഗ്ബടാനന്ദനും എത്രയിലാണ്? 85. അങ്ങനെ ഒരേപോലെ ജനിച്ചതും ഒരേ വർഷം മരിച്ചതുമായിട്ടുള്ള ആളുകളെയൊക്കെ എന്ത് ചെയ്യുക? ഒരുമിച്ചാക്കുക. എന്നിട്ട് ഓർക്കുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിട്ട് മാറും. വേണമെങ്കിൽ ഈ രീതിയിൽ ആദ്യത്തെ ലെറ്ററുകൾ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കണക്റ്റിംഗ് വേർഡ് ഉപയോഗിച്ചിട്ടോ ഒക്കെ ആ വർഷവും കണക്ട് ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ, ഒരാൾ രണ്ടാളൊക്കെ ആണെങ്കിൽ ഓക്കെ. കൂടുതൽ ആളുകൾ അവിടെ വരികയാണെങ്കിൽ, ഇതിൽ തന്നെ ഒരു 4-5 പേരൊക്കെ വരികയാണെങ്കിൽ എന്ത് ചെയ്യുക? കണക്റ്റിംഗ് വേർഡ്സ് ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി വെക്കുക. ഓക്കെ. ഇനി അടുത്ത 7-ാമത്തെ രീതിയാണ്. നമ്മൾ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ വർഷങ്ങൾ പഠിക്കേണ്ട ആവശ്യകതയുണ്ടാവും. ഇപ്പൊ തന്നെ നോക്കിയതാ, ഗാന്ധിജി കേരളം സന്ദർശിച്ച വർഷങ്ങൾ 5 വർഷങ്ങൾ പഠിക്കാനുണ്ട്. 1920 ഉണ്ട്, 1925 ഉണ്ട്, 1927 ഉണ്ട്, 1934 ഉണ്ട്, 1937 ഉണ്ട്. ഇങ്ങനെ ഏതെങ്കിലും ഒരു
ആളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു ഫാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ വർഷങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ടെങ്കിൽ അവിടെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. അതിന് 1-2 രീതികളുണ്ട്, 2-3 രീതികളുണ്ട്. ഒരു 3 രീതികൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് ഫോൺ നമ്പർ പോലെ ആക്കി മാറ്റുക. ഫോൺ നമ്പർ എന്ന് പറയുമ്പോൾ 10 അക്കമാണ്. ഇനി അത് 12 അക്ക ഉള്ളതോ അല്ലെങ്കിൽ 8 അക്ക ഉള്ളതോ ആയിട്ടുള്ള നമ്പർ ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ആ രീതിയിൽ ഒരുമിച്ചുള്ള നമ്പർ ആക്കി മാറ്റുക. ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇവിടെയൊക്കെ 1900-ലാണല്ലോ എല്ലാം, അല്ലെ? അതിന്റെ ഒക്കെ അപ്പോൾ 1900-ന്റെ ആ ഒരു പോർഷൻ ഇവിടെ എപ്പോഴും നമ്മൾ പകുതി മുറിക്കുകയല്ലോ, ബാക്കിയുള്ള പോർഷൻ എടുക്കുക. 20, 25, 27, 34, 37. 20, 25, 27, 34, 37. 2 അക്കം വീതം അങ്ങനെ എടുത്തു. എന്നിട്ട് ഇങ്ങനെ എഴുതി. എന്നിട്ട് ഇത് ഫോൺ നമ്പർ ആക്കി മാറ്റാൻ നമുക്ക് എളുപ്പം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നിങ്ങൾ ഫോൺ നമ്പർ ആദ്യത്തെ 4 അക്കം പറയും, പിന്നെ 3 അക്കം 3 അക്കം വീതം. ഞാൻ അങ്ങനെയാണ് ഓർമ്മിക്കാറ് ഫോൺ നമ്പർ. ചില ആളുകൾ ആദ്യത്തെ 4 അക്കം പറയും, പിന്നെ 2 അക്ക 2 അക്ക 2 അക്ക ഓർമ്മിക്കും. ചില ആളുകളുണ്ട് അല്ലെ 8, 5, 4, 7, 6, 1, 1, 6. എന്റെ നമ്പറാണ് പറഞ്ഞ അവസാനം എല്ലാം കൂടി മൊത്തം നമ്പറായി പോകും അല്ലെ. അപ്പോൾ അങ്ങനെ ഓർമ്മിക്കുന്ന ആളുകളുണ്ട്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേസമയം അത് ഏറ്റവും ഷോർട്ടാക്കി മാറ്റുക. ഏറ്റവും നല്ലത് 4, 3, 3 അങ്ങനെ ആക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. ഓക്കെ, 4, 3, 3. അപ്പൊ ഇതിങ്ങനെ ക്രമത്തിൽ എഴുതി ഇങ്ങനെ ഒരു നമ്പർ കിട്ടും. 20, 25, 85, 47, 98, 47 എന്നൊക്കെ പറഞ്ഞില്ല. അതേപോലെ 20, 25. പിന്നെ ഉള്ളത് 3 അക്കം വീതാക്കുക. എല്ലാം കൂടി എഴുതിയപ്പോൾ 3 അക്കം വീതം എടുക്കുമ്പോൾ 273, 437. അല്ലെങ്കിൽ 27, 34, 37 എന്നാണ് നിങ്ങൾ ഓർമ്മിച്ച് ശീലിച്ചതെങ്കിൽ അങ്ങനെ ശീലിക്കുക. നമ്പർ അങ്ങനെ കുറെ കാലമായിട്ട് ഓർമ്മിക്കുന്ന ആളാണെങ്കിൽ അങ്ങനെ ഓർമ്മിക്കുക. അതല്ല എങ്കിൽ 20, 25, 273, 437. കണ്ടോ ബന്ധം കണ്ടോ? 273, 437. 200 ആണിത്, ഇത് 400 ആണ്. 200 കിട്ടിയ എത്രയാ? 73, 437. 73 തിരിച്ചിട്ടാ 37. അപ്പൊ ഈ ഒരു ബന്ധം കണ്ടോ? ഇങ്ങനെയുള്ള ബന്ധങ്ങൾ നമ്പേഴ്സിൽ നമ്മളൊരു കൗതുകം കണ്ടെത്തുകയാണ്. ഗണിതത്തിൽ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇഷ്ടമായിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് സംബന്ധിച്ച് വർഷങ്ങൾ പഠിക്കാൻ രസകരമായിട്ടുള്ള സംഗതിയും ആണ്. ചിലർക്ക് നിങ്ങൾക്കെല്ലാം കേൾക്കുമ്പോൾ ചിലപ്പോൾ അതിശയം പോലെ തോന്നും പല ആളുകൾക്കും. പക്ഷേ കണക്കൊക്കെ അത്യാവശ്യം താല്പര്യമുള്ള ഒരാളെ സംബന്ധിച്ച് ഭയങ്കര രസകരമായിട്ടുള്ള സംഗതിയാണ് താനും. അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യുക? ഫോൺ നമ്പർ ആക്കി മാറ്റുന്നതാണ് ഒരു രീതി. കൂടുതൽ വർഷങ്ങൾ വരുമ്പോൾ ഈ രീതിയിൽ അവസാനത്തെ 2 അക്കങ്ങളൊക്കെ ചേർത്തുകൊണ്ട് ഒരു ഫോൺ നമ്പർ ഒറ്റ നമ്പർ ആക്കി വെക്കുക. ആ നമ്പർ ബൈ ഹാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതേ സംഭവത്തിനുള്ള മറ്റൊരു രീതി പറഞ്ഞുതരാം. അതായത് കൂടുതൽ വർഷങ്ങൾ പഠിക്കേണ്ട സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു രീതിയാണ്. അവിടെ എന്തെങ്കിലുമൊക്കെ ബന്ധങ്ങൾ ഉണ്ടോ എന്ന് തപ്പി നോക്കുക. ഇവിടെ ഇപ്പോൾ 1920, 1925, 1927, 1934, 1937 ഇതിലേക്ക് ഇറങ്ങി തിരിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞത് മാത്സിൽ നമുക്കൊരു രസം വേണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇത് തമ്മിലൊക്കെ ബന്ധം കാണാൻ പറ്റും. നോക്കിയാൽ നിങ്ങൾ 1920 തുടക്കം, ഒന്നാമത്തെ സന്ദർശനം ഗാന്ധിജിയുടെ കേരളത്തിൽ 1920. അതിന്റെ കൂടെ 5 വർഷം കൂട്ടിയാൽ 2ാമത്തെ സന്ദർശനമായി. പിന്നത്തേൽ 2 വർഷം കൂട്ടുക, 1925. 20ന്റെ കൂടെ 5 കൂട്ടി 25 ആയല്ലേ. പിന്നെ 25ന്റെ കൂടെ എത്ര വർഷം കൂട്ടുക? 2 വർഷം കൂട്ടിയ 27 ആയി. ആദ്യത്തെ 2ഉം കിട്ടിയേ. ഇനി 3ാമത്തെ കിട്ടുന്നത് കണ്ടോ? ഇവിടെ ഒരു ബന്ധം കണ്ടോ നിങ്ങൾ? 3ാമത്തെ 25ന്റെ കൂടെ എത്രയാ കൂട്ടുന്നത്? 5ഉം 2ഉം. ഇവിടെ 5 കൂട്ടി 2 കൂട്ടി. ഇനി അടുത്തേൽ എന്താ ചെയ്യുന്നത്? 5ഉം 2ഉം കൂടിയും കൂട്ടുക. അപ്പൊ 27ന്റെ കൂടെ 5ഉം 2ഉം കൂടിയും കൂട്ടിയാൽ എത്രയായി? 5 2 ആയല്ലേ. 27ന്റെ കൂട്ടിയാൽ 34. ഒരു ബന്ധം കണ്ടോ? അടുത്ത ചെയ്യുന്ന നോക്ക്. 34ന്റെ കൂടെ 5ഉം 2ഉം അല്ലേ നേരത്തെ കൂട്ടിയത്. ഇവിടെ 5ഉം 2ഉം കൂട്ടിയിട്ട് കൂട്ടി. നേരത്തെയോ? ഇവിടെയോ 5ന്ന് 2 കുറച്ചിട്ട് കൂട്ടി. 5ന്ന് 2 കുറച്ചാൽ 3 അല്ലേ. 34ന്റെ കൂടെ 3 കൂട്ടിയാൽ 37. അപ്പൊ ഇങ്ങനെയുള്ള കൗതുകരമായിട്ടുള്ള പല ബന്ധങ്ങളും നമുക്ക് കണ്ടെത്താൻ പറ്റും. ഗണിതത്തിൽ താല്പര്യം കൂടെ വേണം എന്നേ ഉള്ളൂ. ഓക്കെ, യെസ്. അപ്പൊ ഇവിടെ ആദ്യം 1920 ആണെന്ന് ഓർമ്മിച്ച് കഴിഞ്ഞാൽ ബാക്കി കിട്ടി 5 കൂട്ടുന്നു, 2 കൂട്ടുന്നു, 5ഉം 2ഉം കൂടിയും കൂട്ടുന്നു, 5ന്ന് 2 കുറച്ചിട്ട് കൂട്ടുന്നു. ഇത്രയേ ഉള്ളൂ. അപ്പൊ അത് മറ്റൊരു രീതിയാണ്. ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ബന്ധങ്ങൾ ഉണ്ടോ എന്ന് സെർച്ച് ചെയ്ത് നോക്കുക. പലവിധ ബന്ധങ്ങൾ ഉണ്ടാവും. കാരണം നിങ്ങൾ സീരീസ് ഒക്കെ കുറെ പഠിച്ച ആളുകൾക്ക് ഇത് രസമായിരിക്കും. പലവിധ ശ്രേണികളിൽ, അക്ക ശ്രേണികൾ, അങ്ങനെയുള്ള പല ശ്രേണികൾ പഠിച്ച ആളുകളെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള കൗതുകരമായിട്ടുള്ള ബന്ധങ്ങൾ അത്രയും കൂടുതൽ കണ്ടെത്താൻ പറ്റും. അതൊന്നും അറിയാത്ത ആളുകൾക്ക് പല ബന്ധങ്ങളും കാണൂല എന്നുള്ള. ഇനി ഇതിനുള്ള 3ാമത്തെ രീതി, കൂടുതൽ വർഷങ്ങൾ പഠിക്കാനുള്ള ഒരു 3ാമത്തെ രീതി പറഞ്ഞാൽ കുറച്ചൊന്ന് എളുപ്പാക്കി കിട്ടാനുള്ള ഒരു രീതിയാണിത്. നേരത്തെ തന്നെ കണ്ടില്ലേ, 20, 25, 27, 34, 37. അതിന് 2 വിഭാഗങ്ങളാക്കി മാറ്റി ഓർമ്മിക്കുക. മറ്റതിന്റെ അത്ര എളുപ്പമല്ല, പക്ഷെ എന്താണ് 2 വിഭാഗമാക്കുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമായി എന്നുള്ളതാ. ഇത് മൊത്തം 1920, 1925, 1927, 1934, 1937 എന്ന് പറയുന്നതിന് പകരം ഇതൊരു വിഭാഗം, ഇതൊരു വിഭാഗം. 20, 25, 27, 20, 25, 27, 34, 37 അങ്ങനെ 2 പീസ് ആക്കിയിട്ട് അങ്ങ് ഓർമ്മിക്കുക. അതും വിഭജിക്കൽ രീതി തന്നെയാണ്. പക്ഷെ അതിനെ മൊത്തത്തില് എന്ത് ചെയ്യുക? 5 എണ്ണുള്ളതെന്ന് 2 ആയിട്ട് വിഭജിക്കുന്നു. 20, 25, 27 ആ ഒരു പ്രത്യേക വിഭജനമാണ്. എന്താണ്? ഇതെല്ലാം 20കളിൽ, ഇതെല്ലാം 30കളിൽ. അപ്പൊ അങ്ങനെ 2 വിഭാഗമാക്കി മാറ്റി ഓർമ്മിക്കുക എന്നുള്ളതാണ്. 1920, 1925, 1927. പിന്നെയോ 1934, 37.
പറയുമ്പോൾ പഠിക്കുമ്പോൾ അത് ഇങ്ങനെ പറഞ്ഞു പഠിക്കുമ്പോൾ ആണ് കൂടുതൽ ഉള്ളിലേക്ക് കയറി. 20, 25, 27, 34, 37. അല്ലാതെ 1920, 1925 ഒന്നും പറയാൻ നിൽക്കരുത്. 1920. ഓക്കെ, പിന്നെ എന്താണ് 20 കഴിഞ്ഞാൽ പിന്നെ 25, 27, പിന്നെ 34, 37. അങ്ങനെ ഓർമ്മിച്ചാൽ 2 വിഭാഗമാക്കി മാറ്റുന്ന രീതിയാണ്. അതിനുള്ള മറ്റൊരു ഉദാഹരണം ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ഗാന്ധിജി നൊബേൽ സമ്മാനത്തിന് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുക എത്ര പ്രാവശ്യമാണ്? ഇതേപോലെ തന്നെ കേരളം സന്ദർശിച്ച പോലെ തന്നെ 5 തവണയാണ് അല്ലെ. അത് ഏതൊക്കെ തവണകളാ നോക്കിയേ? 1937, 1938, 1939, 1947, 1948. 2 വിഭാഗമാക്കി കഴിഞ്ഞാൽ ബന്ധായില്ലേ? 37 മുതൽ 39 വരെ തുടർച്ചയായിട്ട് 37, 38, 39. പിന്നെ ഇതേപോലെ ഇവിടെ 37 വീണ്ടും പിന്നെ വരുന്നത് 47, 47, 48 2 പ്രാവശ്യം. അപ്പൊ 3, 2, 5 പ്രാവശ്യം. അപ്പൊ 2 വിഭാഗമാക്കി ഓർമ്മിക്കാനുള്ള 37 to 39, പിന്നെ 47 to 48. അപ്പൊ മറ്റേതിനേക്കാൾ കുറച്ചുകൂടി എളുപ്പമായി. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ രീതിയിൽ ബന്ധങ്ങൾ കണ്ടെത്തുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായി. അപ്പൊ അങ്ങനെയുള്ള 3 രീതികൾ ഞാനിപ്പോ ഏറ്റവും കൂടുതൽ വർഷങ്ങൾ ഒരുമിച്ച് പഠിക്കേണ്ട സംഗതി വരുമ്പോൾ ഉള്ളത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 7 രീതികൾ പറഞ്ഞു. ഇനി 8ാമത്തെ രീതി എന്ന് പറയുന്നത് നമ്മുടെ കാര്യവുമായിട്ട് ബന്ധപ്പെടുന്നത്. ഇതാണ് ഏറ്റവും നല്ല രീതി. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ കാലം നമ്മുടെ മെമ്മറിയിൽ കിടക്കുന്ന സാധനം, അൽഷിമേഴ്സ് വരുന്നത് വരെ അല്ലെ നമ്മളെ മെമ്മറിയിൽ കിടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ജനിച്ച വർഷം, നമ്മളെ കല്യാണം കഴിഞ്ഞ വർഷം, അല്ലെ നമുക്കൊരു കുട്ടി ഉണ്ടായ വർഷം. ഇതൊന്നും ഇല്ലാത്ത ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് അതിനേക്കാൾ പ്രാധാന്യം ഉണ്ടാവുന്ന കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. നിങ്ങളുടെ ആദ്യ പ്രണയം പൊട്ടിയ വർഷം അല്ലെ, അങ്ങനെയുള്ള കുറെ വർഷങ്ങൾ നിങ്ങളെ ഒക്കെ ജീവിതത്തിൽ ഉണ്ടാവും. പലപ്പോഴും നമ്മൾ എന്നും മറന്നു പോകാത്ത രീതിയിൽ ഓർമ്മിക്കുന്ന കുറെ വർഷങ്ങളുണ്ട്. അപ്പൊ മാക്സിമം കാര്യങ്ങൾ ഇതുമായിട്ട് കണക്ട് ചെയ്യാം. അത്തരം വർഷത്തിലുള്ള കാര്യങ്ങളൊന്നും ഒരുമിച്ച് പഠിക്കുക. ഇതൊക്കെ ഇന്ന വർഷമായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് കണക്ട് ചെയ്യപ്പെട്ടു. പിന്നെ അതൊരു കാലത്ത് മറക്കില്ല. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാൻ ജനിച്ച വർഷമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു ഡയലോഗ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആലി ഹർഷയും ടൂറിന് പോയതോടെ എന്ന് പറഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 10-20 പോയിന്റുകൾ കിട്ടുന്ന ഒരു ഡയലോഗ് ഒക്കെ ഞാനൊന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. പണ്ട് ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് റാങ്ക് മേക്കർ PSC ടിപ്സ് ചാനലിലൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ എന്റെ ജനിച്ച വർഷം ഞാൻ അങ്ങോട്ട് പറയാൻ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങൾ പറയുന്നില്ല. ഓക്കെ, യെസ്. അപ്പൊ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണക്ട് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ സ്വന്തം കാര്യവുമായിട്ട് കണക്ട് ചെയ്യാൻ ഏറ്റവും കൂടുതൽ കാലം ഓർമ്മിക്കാനുള്ള ഒരു വഴിയാണ് ഈ സ്വന്തം കാര്യങ്ങളായിട്ട്. അത് ജനിച്ച വർഷമാവാം, നിങ്ങളുടെ അല്ലെ ഈ പറഞ്ഞ രീതിയിൽ പ്രണയവും അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട്, വിവാഹമായിട്ട് ബന്ധപ്പെട്ടോ കുട്ടികളായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാവാം. ഇനി അതല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ SSLC പാസ്സായ വർഷമൊക്കെ എല്ലാവർക്കും അറിയാം. കാരണം സർട്ടിഫിക്കറ്റ് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുന്നതല്ലേ. അപ്പൊ ഇന്ന വർഷമാണ് SLC പാസ്സായത്, ഇന്ന വർഷമാണ് +2 പാസ്സായത്, ഇന്ന വർഷമാണ് ഡിഗ്രി പാസ്സായത്. അങ്ങനെയൊക്കെയുള്ള പല വർഷങ്ങൾ നമ്മുടെ മെമ്മറിയിൽ കിടക്കുന്നുണ്ട്. ആ കിടക്കുന്ന വർഷങ്ങളായിട്ട് ആ ബന്ധത്തിൽ ഉള്ള കാര്യങ്ങൾ മുഴുവൻ അതിന്റെ കൂടെ അങ്ങ് പഠിക്കുക. അപ്പോൾ SSLC ഇതൊക്കെ SSLC പഠിച്ചാലാണല്ലോ സംഭവിച്ചതെന്ന് ഓർക്കുമ്പോൾ തന്നെ നമ്മളെ മനസ്സിലേക്ക് കയറിക്കോളും. അപ്പൊ ആ രീതിയിൽ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് 8ാമത്തെ രീതി. ഇങ്ങനെ 8 മാർഗങ്ങൾ ഞാൻ പറഞ്ഞു. ഈ 8ാമത്തെ രീതി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഇതേപോലെയുള്ള ഒരു പ്രധാന വർഷം, ആ വർഷത്തിൽ എന്താണ് നിങ്ങളെ സംബന്ധിച്ചുള്ള കാര്യവും കമന്റ് ചെയ്യുക. അതിന്റെ കൂടെ അതിൽ നിന്ന് വരാവുന്ന ആ വർഷത്തിൽ വരാവുന്ന PSC ചോദ്യങ്ങളാണ് വേണ്ടത്. അല്ലാതെ നിങ്ങൾ ജനിച്ച വർഷത്തിൽ മറ്റേ സിനിമാ നടന്മാർ ജനിച്ച കാര്യം അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും വേണ്ട. ഞാൻ ജനിച്ച വർഷമാണ് മറ്റേ ആലിയ ഭട്ട് ജനിച്ചത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അടിച്ചുവിടും. അതിൽ കാര്യമില്ല. PSC ചോദ്യങ്ങൾ, നിങ്ങൾ ജനിച്ച വർഷം ഏതാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യം, എല്ലാവരും ജനിച്ച വർഷം തന്നെ കമന്റ് ചെയ്യണ്ട കേട്ടോ. നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഓർമ്മിക്കുന്ന ഒരു വർഷം, നിങ്ങളുമായിട്ട് ബന്ധമുള്ള ഒരു വർഷം, സംഭവം എന്താന്ന് കൂടെ പറയും. രസമല്ലേ? ഞാൻ പറഞ്ഞോട്ടെ. നമ്മൾ ഈ കമന്റ് ഒക്കെ വായിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു വർഷം, ആ വർഷത്തിലെ നിങ്ങളുടെ പ്രത്യേകത പ്ലസ് അതിന്റെ കൂടെ PSC ചോദ്യങ്ങൾ, നിങ്ങൾക്ക് അറിയാവുന്ന ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രം കമന്റ് ചെയ്യുക. തെറ്റായ കാര്യങ്ങൾ ചെയ്യരുതേ, ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രം കമന്റ് ചെയ്യുക. ഇതുവരെ കേൾക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യത്തെക്കുറിച്ചൊന്ന് ആലോചിക്കുക, ആ വർഷത്തിലുള്ള കാര്യങ്ങളൊന്ന് കണ്ടുപിടിക്കുക, എന്നിട്ട് കമന്റ് ചെയ്യുക. ആ കമന്റുകൾ ഇങ്ങനെ വന്നോട്ടെ. ഈ വീഡിയോ ഉറപ്പായിട്ടും നിങ്ങൾ എല്ലാവരും കാണും, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യും. കാരണം എല്ലാ ആളുകളെ സംബന്ധിച്ചും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഈ വർഷങ്ങൾ പഠിക്കുക എന്നുള്ളത്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തുന്നു. ഒരു നിശ്ചിത പോയിന്റിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ എന്ത് ചെയ്യും? ഒരു വിജയിയെ പ്രഖ്യാപിക്കും. കമന്റ് സെക്ഷനിൽ നിന്ന് ലൈവായിട്ട് സബി സാർ വന്നിട്ട് ലൈവായിട്ട് നിങ്ങൾക്ക് ജേതാക്കളെ തിരഞ്ഞെടുക്കും. 5 ജേതാക്കളെ തിരഞ്ഞെടുക്കും. അതിൽ ഒരാൾക്ക് എൻട്രിയുടെ റാങ്ക് ഫയല്, മറ്റ് 4 പേർക്ക് അത് പറഞ്ഞുകൊണ്ടാണ് സെലക്ട് ചെയ്യുക. ബാക്കിയുള്ള 4 പേർക്ക് നമ്മുടെ റാങ്ക് മേക്കർ വിദ്യാലയം, SCERT റാങ്ക് മേക്കർ വിദ്യാലയം സമ്മാനമായിട്ട് തരും. അതിന് വേറെ കാര്യമൊന്നുമില്ല. നിങ്ങൾ ആ ഒരു വർഷം നിങ്ങളുടെ എന്താണ് സംഭവം എന്നുള്ളത് എഴുതുക. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള PSC ചോദ്യങ്ങളും കമന്റ് ചെയ്യുക. കമന്റ് എവിടെ ചെയ്യുക? ഈ വീഡിയോയുടെ താഴെ പോസ്റ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെയുള്ള ബാക്കിയുള്ള കമന്റ് കൂടെ വായിക്കുക. ആ വർഷങ്ങളൊക്കെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വർഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ രീതി കാര്യങ്ങൾ മാക്സിമം കണക്ട് ചെയ്യുക. ഈ എല്ലാ രീതികളും പ്രയോഗിച്ചു നോക്കുക. അപ്പോൾ വർഷങ്ങൾ പഠിക്കാൻ മുമ്പത്തേതിനേക്കാളും കുറച്ചുകൂടെ ലളിതമായി മാറും നിങ്ങൾക്ക് എന്നുള്ള വിശ്വാസത്തോടു കൂടി ഓക്കെ